ഇന്ന് എല്ലാവർക്കും ഉള്ള ഒരു പ്രശ്നമാണ് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി. ഇന്ന് രോഗികൾ നമ്മുടെ അടുത്ത് വരുമ്പോൾ പറയുന്നൊരു ലക്ഷണങ്ങളാണ് ദേഹം മൊത്തം വേദനയാണ്, എപ്പോഴും ക്ഷീണം തോന്നുന്നു, തല കറങ്ങുന്നു, എഴുന്നേറ്റ് നടക്കാൻ ബുദ്ധിമുട്ട് എന്നൊക്കെ. പലർക്കും ഇതിൻ്റെ കാരണം എന്തെന്ന് വ്യക്തമല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ബ്ലഡ് ടെസ്റ്റിന് എഴുതി കൊടുക്കുന്ന സമയത്ത് വൈറ്റമിൻ ഡി ഒരു 15 അല്ലെങ്കിൽ 10 ഒക്കെ ആയിട്ട് കാണപ്പെടാറുണ്ട്. അപ്പം നമുക്ക് ഉറപ്പാക്കാം വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസിനെ കൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ രോഗികൾക്ക് വരുന്നത് എന്ന്. നമസ്കാരം, ഞാൻ ഡോക്ടർ മീര, ഡോക്ടർ ബാസിൽ ഹോമിയോപ്പതിക് ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, നടക്കാവ്. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് എന്താണ് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി, എന്തൊക്കെയാണ് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസിനെ കൊണ്ടുള്ള ലക്ഷണങ്ങൾ, എങ്ങനെ നമുക്കത് പരിഹരിക്കാം എന്നൊക്കെയാണ്. സാധാരണയായിട്ട് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസിനെ കൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഇന്ന് രോഗികൾക്ക് വരുന്നുണ്ട്. വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി നമ്മുടെ ശരീരത്തിന് വളരെയധികം അത്യാവശ്യമായിട്ടുള്ള ഒരു വൈറ്റമിനാണ്. വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി സാധാരണയായിട്ട് നമുക്ക് കിട്ടുന്നത് സൂര്യപ്രകാശത്തിൽ നിന്നാണ്. വൈറ്റമിൻ ഡി ശരീരത്തിൻ്റെ പ്രതിരോധ ശക്തിക്കും അതുകൂടാതെ തന്നെ എല്ലുകളുടെ ബലത്തിനും മസിലുകളുടെ ബലത്തിനും ബ്രെയിനിൻ്റെ ഡെവലപ്മെൻറ്റിനും വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒന്നാണ്. സാധാരണയായിട്ട് വൈറ്റമിൻ ഡി 2 രീതിയിലാണ് നമുക്ക് ലഭിക്കുന്നത്. ഒന്ന് സൂര്യൻ്റെ വെളിച്ചത്തിൽ നിന്ന്, 2 നമ്മളുടെ ഫുഡ് മുഖാന്തരം. സൂര്യൻ്റെ വെളിച്ചത്തിൽ നിന്ന് വൈറ്റമിൻ ഡി നമ്മളുടെ ശരീരത്തിലേക്ക് എത്തുമ്പോൾ നമ്മളെ ശരീരത്തിലുള്ള കൊഴുപ്പ് അത് കൺവേർട്ടായിട്ട് വൈറ്റമിൻ ഡി ആയി മാറുകയാണ് ചെയ്യുന്നത്. പിന്നെ ഫുഡ് വഴി കിട്ടുന്ന വൈറ്റമിൻ ഡി എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിഷ്, അതായത് അയല, ചൂര, പിന്നെ മത്തി, അതുകൂടാതെ തന്നെ ഫിഷ് ഓയിൽ, പിന്നെ കൂൺ എന്നീ ഫുഡുകൾ വഴി നമുക്ക് വൈറ്റമിൻ ഡി ലഭിക്കാറുണ്ട്. ഇനി അടുത്തതായി പറയാൻ പോകുന്നത് വൈറ്റമിൻ ഡി കുറഞ്ഞാലുള്ള ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന്. സാധാരണയായിട്ട് രോഗികൾ ഈ ലക്ഷണങ്ങൾ കൊണ്ടാണ് നമ്മളടുത്തേക്ക് വരാറുള്ളത്. അതിൽ ഒന്നാണ് ബോഡി പെയിൻ അഥവാ മസിൽ പെയിൻ, പിന്നെ അതേപോലെ തലകറക്കം, പിന്നെ ക്ഷീണം, ഉറക്കക്കുറവ്, അമിതവണ്ണം, അതേപോലെ സീലിയാക് ഡിസീസ് പോലെയുള്ള കണ്ടീഷൻസ്, പിന്നെ ഫാറ്റി ലിവർ, ഇങ്ങനെയുള്ള പല ലക്ഷണങ്ങളും രോഗികൾക്ക് കാണപ്പെടാറുണ്ട്. മസിലിൻ്റെ കൺട്രാക്ഷനും അതേപോലെ അതിൻ്റെ റിലാക്സേഷനും വേണ്ടിയിട്ട് വൈറ്റമിൻ ഡി വളരെയധികം അത്യന്താപേക്ഷിതമാണ്. അതേപോലെ ബോൺസിൻ്റെ ഡെവലപ്മെൻറ്റിനും, ബോൺസ് സാധാരണയായിട്ട് കാൽഷ്യം കൊണ്ടാണ് നമ്മളെ ബോൺസിൻ്റെ സ്ട്രെങ്ത്തും കാര്യങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുക. അപ്പോൾ കാൽഷ്യം അബ്സോർപ്ഷന് വേണ്ടിയിട്ട് വൈറ്റമിൻ ഡി വളരെയധികം അത്യന്താപേക്ഷിതമാണ്. ഈ കാൽഷ്യം അബ്സോർപ്ഷൻ കുറയുന്നത് മൂലമാണ് സാധാരണയായിട്ട് പല ആളുകളിലും ഈ ബോഡി പെയിൻ അഥവാ എല്ലുകളുടെ തേയ്മാനം, അതേപോലെ എല്ലുകൾക്ക് വേദന, ഓസ്റ്റിയോപോറോസിസ്, റിക്കറ്റ്സ് പോലെയുള്ള ഓസ്റ്റിയോമലേഷ്യ പോലെയുള്ള അസുഖങ്ങൾ രോഗികൾക്ക് കണ്ടുവരുന്നത്. അതേപോലെ തന്നെ ചില ആളുകളിൽ എല്ല് പൊടിയുന്ന രീതിയിലുള്ള അസുഖങ്ങളും കാണപ്പെടാറുണ്ട്. പിന്നെ അതേപോലെ ചില ആളുകളിൽ വൈറ്റമിൻ ഡി കുറയുന്നത് കൊണ്ട് ഉണ്ടാവുന്ന ഒരു ലക്ഷണമാണ് അമിതമായ ക്ഷീണം. അതായത് ആൾക്ക് എപ്പോഴും കിടക്കണം എന്നുള്ളൊരു തോന്നൽ ഉണ്ടാവാറുണ്ട്. ഈ അമിതമായ ക്ഷീണത്തിന് കാരണവും വൈറ്റമിൻ ഡി ആണ്. അതായത് നമ്മളുടെ ഇമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒന്നാണ് വൈറ്റമിൻ ഡി. അപ്പോൾ വൈറ്റമിൻ ഡി കുറയുന്നത് മൂലം ഇമ്മ്യൂൺ സിസ്റ്റം വീക്കാവും. അപ്പോൾ അമിതമായ ക്ഷീണം ആ ആളുകൾക്ക് അനുഭവപ്പെടുന്നു. അതേപോലെ വേറൊരു കണ്ടീഷനാണ് ഡിപ്രഷൻ. ഞാൻ ആദ്യം പറഞ്ഞു ബ്രെയിൻ സെല്ലുകളുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് വൈറ്റമിൻ ഡി അത്യാവശ്യമാണ്. സോ ഈ ബ്രെയിൻ സെൽ ഡെവലപ്മെൻറ്റ് സാധാരണയായിട്ട് പേഷ്യൻസിന് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി മൂലം ഇല്ലാതാവുകയും അതേപോലെ ചില ആളുകളിൽ ഇത് മുഖാന്തരം അതായത് ഡിപ്രഷൻ പോലുള്ള കണ്ടീഷനിലോട്ട് ഇത് വരികയും ചെയ്യുന്നു. പിന്നെ ഒന്നാണ് അമിതവണ്ണം, അതേപോലെ തന്നെ സീലിയാക് ഡിസീസ്, ഫാറ്റി ലിവർ സിറോസിസ് പോലെയുള്ള അസുഖങ്ങൾ. പിന്നെ ചില ആളുകൾക്ക് എന്നും ദിവസേന അലർജി പോലുള്ള കണ്ടീഷൻസ്, റെക്കറൻ്റ് ആയിട്ടുള്ള ഇൻഫെക്ഷൻ വരാറുണ്ട്. അതും ഈ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസിനെ കൊണ്ട് ഉണ്ടാവാവുന്ന ഒരു കാരണമാണ്. പലവർക്കും ഇപ്പോൾ ഉറക്കമില്ലായ്മയും വരാറുണ്ട്.
അതും ഈ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസിനെ കൊണ്ട് വരാറുണ്ട്. കാരണം എന്താ വെച്ചാൽ ഉറക്കം കാരണം ദേഹം വേദനയും ക്ഷീണവും പൊതുവേ ഉള്ളത് കൊണ്ട് തന്നെ ആളുകൾക്ക് ഈ ഉറക്കം കുറവ് വരാറുണ്ട്. അത് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസിനെ കൊണ്ടാണ് മെയിനായിട്ട്. സാധാരണയായിട്ട് എല്ലാവർക്കും അറിയില്ല എന്തുകൊണ്ടാണ് ഈ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി കുറയുന്നത്, അതെങ്ങനെ പരിഹരിക്കാം എന്നത്. വൈറ്റമിൻ ഡി നമുക്ക് ലഭിക്കുന്നത് സൂര്യപ്രകാശത്തിൽ നിന്നാണ്. അപ്പോൾ രാവിലെ 7 AM മുതൽ 11 AM വരെയുള്ള വെയിൽ നമ്മൾ കൊള്ളുകയാണെങ്കിൽ വൈറ്റമിൻ ഡി നമ്മുടെ ശരീരത്തിലേക്ക് ലഭിക്കും. ഏതാണ്ട് നല്ല വെളുത്ത നിറമുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഒരു 20 മിനിറ്റ് നേരം വെയിൽ കൊണ്ടാൽ മതി. ഇരുനിറക്കാരാണെങ്കിൽ ഒരു 40 മുതൽ 45 മിനിറ്റ് വരെ വെയിൽ കൊള്ളാവുന്നതാണ്. അതേപോലെ തന്നെ നമ്മളെ വൈറ്റമിൻ ഡി കൂടാൻ വേണ്ടിയിട്ട് പാൽ ഉൽപ്പന്നങ്ങൾ, ഇറച്ചി, മീൻ തുടങ്ങിയ വസ്തുക്കളും, ഫിഷ് ഓയിൽ, അതേപോലത്തെ വസ്തുക്കൾ കൂടി നമ്മൾ ഫുഡിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ നമുക്ക് അത് മുഖാന്തരവും വൈറ്റമിൻ ഡി ലഭിക്കുന്നതാണ്. സാധാരണയായിട്ട് ഇപ്പോൾ കുട്ടികൾ ഓടിക്കളിക്കുന്ന സമയത്ത് കാലുവേദന, കൈവേദനയൊക്കെ പറഞ്ഞിട്ട് പേഷ്യൻസ് വരാറുണ്ട്. കുട്ടിക്ക് ഈ വയസ്സിൽ തന്നെ കാലുവേദന തുടങ്ങിയിട്ടുണ്ട് ഡോക്ടറെ എന്നൊക്കെ പറഞ്ഞിട്ട്. പണ്ടത്തെ ഡോക്ടർമാരത് പറഞ്ഞിരുന്നത് കാലുവേദന കുട്ടികളുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് കാലുവേദന വരുന്നത് എന്നാണ്. പക്ഷെ ഇന്നത്തെ പുതിയ പഠനം പറഞ്ഞിട്ടുണ്ട് കുട്ടികളിലും വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അതായത് കുട്ടികളിൽ തുടർച്ചയായിട്ടുള്ള അലർജി, തുടർച്ചയായിട്ടുള്ള പല അസുഖങ്ങളും, തൈറോയിഡ് പോലുള്ള രോഗങ്ങൾക്ക് കുട്ടികൾക്ക് ഇടവരാൻ സാധ്യതയുണ്ട്. കുട്ടികൾക്ക് തൈറോയിഡ് പോലെയുള്ള രോഗങ്ങളും ക്യാൻസർ പോലെയുള്ള രോഗങ്ങളും വരാതിരിക്കാൻ വേണ്ടി നമുക്ക് പ്രതിരോധശേഷി വളരെയധികം അത്യാവശ്യമാണ്. അതിന് വൈറ്റമിൻ ഡി തന്നെ അത്യാവശ്യമാണ്. ഇന്നത്തെ കാലത്ത് വൈറ്റമിൻ ഡി കുറവുള്ളവർക്ക് വൈറ്റമിൻ ഡി സപ്ലിമെന്റ്സ് കൊടുക്കാറുണ്ട്. അത് സാധാരണയായിട്ട് ഒരു ക്യാപ്സ്യൂൾ വീക്കിലി വൺസ് വീതമാണ് കഴിക്കേണ്ടത്. പക്ഷേ പലവരും ക്ഷീണം അല്ലെങ്കിൽ വേറെ വല്ല അസുഖങ്ങളും കാണുമ്പോൾ ഉടനെ പോയിട്ട് മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് പോയിട്ട് വൈറ്റമിൻ ഡി ടാബ്ലറ്റ്സ് വാങ്ങി കഴിക്കാറുണ്ട്. ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. ഒരു ഫിസിഷ്യൻ അല്ലെങ്കിൽ ഒരു ഡോക്ടറെ അടുത്ത് പോയിട്ട് അവരെ നിർദ്ദേശപ്രകാരം മാത്രമാണ് നിങ്ങൾ വൈറ്റമിൻ ഡി സപ്ലിമെന്റ് എടുക്കാൻ പാടുകയുള്ളൂ. സാധാരണയായിട്ട് വൈറ്റമിൻ ഡി സപ്ലിമെന്റ് ഏറ്റവും കൂടുതൽ കഴിക്കാൻ നല്ലത് ഉച്ച സമയത്താണ്. അതായത് ഉച്ചയ്ക്ക് ഭക്ഷണത്തിന് ശേഷം ഒരു ക്യാപ്സ്യൂള് വൈറ്റമിൻ ഡി എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലതാണ്. സാധാരണയായിട്ട് ഈ വൈറ്റമിൻ ഡി കൊളസ്ട്രോൾ അല്ലെങ്കിൽ കൊഴുപ്പുമായിട്ട് കൂടിച്ചേർന്നിട്ടാണ് വൈറ്റമിൻ ഡി ആയിട്ട് കൺവേർട്ട് ആവാറുള്ളത് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പോൾ എന്തെങ്കിലും കൊഴുപ്പ് രൂപത്തിലുള്ള ഒരു വെള്ളമോ എന്തെങ്കിലും വൈറ്റമിൻ ഡി കുടിക്കുന്നതിലൂടെ, അതായത് ഇപ്പോൾ ഒരു ക്യാപ്സ്യൂൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വൈറ്റമിൻ ഡി ടാബ്ലറ്റ് നമ്മൾ നാക്കിലിട്ടിട്ട് വെള്ളത്തിന് പകരം പാലോ അല്ലെങ്കിൽ എന്തെങ്കിലും കൊഴുപ്പുള്ള രീതിയിലുള്ള പദാർത്ഥങ്ങളോ ഉപയോഗിച്ച് കഴിക്കുകയാണെങ്കിൽ വൈറ്റമിൻ ഡി അബ്സോർപ്ഷൻ എളുപ്പമാവുകയും വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി തടയാൻ വേണ്ടിയിട്ട് സഹായിക്കുകയും ചെയ്യുന്നു. നിലവിലെ രോഗലക്ഷണങ്ങൾ, അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്ഷീണം, തലകറക്കം, ഉറക്കമില്ലായ്മ, അതേപോലെ ബോഡി പെയിൻ പോലുള്ള ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഉടനെ ഒരു ഡോക്ടറെ സമീപിച്ച് നിങ്ങൾക്ക് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കി അതിൻ്റെ സപ്ലിമെൻ്റ് എടുത്ത് നിങ്ങൾ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസിയെ മാറ്റാവുന്നതാണ്. എല്ലാവരും ഹെൽത്തി ആയി ഇരിക്കുക. സ്റ്റേ ഹെൽത്തി. ഞാൻ ഡോക്ടർ മീര, ഡോക്ടർ ബാസിൽസ് ഹോമിയോപ്പതി ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, നടക്കാവ്.